ഈ പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് ട്രാവൽ ചെയ്തിട്ട് എന്ത് ഓർമ്മ നിൽക്കാനാണെന്ന്. ഷീമോന്റെ April 1st ഏപ്രിൽ ഫുൾ ബേബി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞത് സ്പൈസ് കൗണ്ടിയിൽ സുബിനും അതുപോലെ തന്നെ സന്തോഷ് ചേട്ടൻ്റെ ആ ഷോപ്പിൽ നിന്ന്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ എല്ലാവരുടെയും കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് എൻ്റെ ജെൻഡർ റിവീലിൻ്റെ അന്നാണ്. അന്ന് മമ്മി ഡാഡി ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ലെവിക്കുട്ടൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്ത് ലെവിക്കുട്ടനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റർ പ്രമാണിച്ച് ഇവിടെ വന്നതാണ്. ഈസ്റ്ററിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിലൊരു മരണ വാർത്ത ഉണ്ടായത് കാരണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് പ്രസന്റ് ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രസന്റ് ചേച്ചിയുടെ പപ്പ, അതായത് എൻ്റെ ഹസ്ബൻഡ് അച്ചായുടെ അപ്പായുടെ മൂത്ത ബ്രദർ, ഫ്യൂണറലെല്ലാം കഴിഞ്ഞു, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഓ ബ്ലെസ് യു. അപ്പോൾ നമ്മൾ കരുതി എല്ലാവരുടെയും കൂടെ ബർത്ത്ഡേ ഒരു ദിവസമാക്കാമെന്ന് അല്ലേ. എന്നാൽ അപ്പൂൻ്റെ ബർത്ത്ഡേ എന്നാ? ഏപ്രിൽ 18th. ഫസ്റ്റ് കൊച്ചുമാനാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ. സെക്കൻഡ് ആൾ ഇച്ചുവാണ്. ഇച്ചുവിൻ്റെ ബർത്ത്ഡേ എന്നാ? ഏപ്രിൽ 15th. ഷീമോൻ്റെ ഏപ്രിൽ 1st ആണോ? ഷീമോൻ ഭയങ്കര മൂഡ് ഔട്ടാണ്. നേരത്തെ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത് കൊണ്ട് 2 കൊട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടി. അടിയല്ല, വഴക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഷീമോൻ്റെ April 1st ഏപ്രിൽ ഫുൾ ബേബി ആയിരുന്നു. അപ്പോൾ അക്കയുടെ ബർത്ത്ഡേ ഏപ്രിൽ 23rd. അങ്ങനെ ഈ കുടുംബത്തിലെ റേച്ചാൻ്റെ ഒഴിച്ച് ബാക്കി 4 പേരുടെയും ബർത്ത്ഡേ വന്നിരിക്കുന്നത് ഏപ്രിലാണ്. അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സാറ്റർഡേ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്കൂൾ ഹോളിഡേ ആണ്. കുറച്ച് പേരൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വരുന്നത്. എല്ലാം അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇവരുടെ സ്കൂളിൻ്റെ തന്നെ ഒരു ഹാളിലാണ്. അപ്പോൾ ആ ഹോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അത് മാത്രമല്ല പെർ അവർ 12 pounds ആയിരുന്നു. പിന്നെ കറൻറ്റ്, പിന്നെ ഫുഡ് കൊണ്ടുവരുന്നതിൻ്റെ അതൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്കയുടെ ഒരു ഫാമിലി ഫ്രണ്ട് സുബിൻ എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റ് ഇവിടെയല്ല, ഡേർബിയിൽ. ഇവിടുന്ന് ഒരു 40 minutes ഉണ്ട്. അവിടെ ഞങ്ങൾ പോയി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കരുതി ആ ഹാളിൽ തന്നെ ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ സ്പൈസ് കൗണ്ടിയിൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി. ആർ യു ഓൾ റെഡി? അപ്പോൾ റെഡി ആയിട്ട് കാണാം. ബൈ.
അക്കയുടെയും പിള്ളാരുടെയും ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ച് പൊളിച്ചു ഡെർബിയിലുള്ള സ്പൈസസ് കൗണ്ടിയിൽ വെച്ചിട്ട്. സോ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്തത് തന്നെ ഉള്ള റീസൺ നിങ്ങൾ ഓൾറെഡി എൻ്റെ റീൽസിലൂടെ കേട്ടിട്ടുണ്ടാകും. എന്നാലും യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടും കൂടെ പറയാണ്, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു ഹാളായിരുന്നു. അപ്പം നമുക്ക് ആ ഹാളിൽ 5 hours ആണ് പെർമിഷൻ കിട്ടിയത്. ആദ്യം അവർ പറഞ്ഞു 20 pounds per hour. അപ്പോൾ തന്നെ 100 pounds ആയി. അത് കൂടാതെ നല്ല തണുപ്പാണ്, ഹീറ്റ് ഓൺ ചെയ്യുന്നതിന് സെപ്പറേറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കാനുള്ള കിച്ചൺ ഓപ്പൺ ചെയ്യുന്നതിന് സെപ്പറേറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞത് സ്പൈസസ് കൗണ്ടിയിൽ സുബിനും അതുപോലെ തന്നെ സന്തോഷ് ചേട്ടൻ്റെ ആ ഷോപ്പിൽ നിന്നാണ്, റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നടത്താം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. എനിക്കും അച്ചായ്ക്കും തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ നമ്മളെവിടെയെങ്കിലും പോയി റെൻറ്റിന് ഹാൾ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഹോട്ടലിൽ വല്ലതും അറേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം, പ്ലേറ്റിൻ്റെ കാര്യം ഒന്നും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കും തോന്നി, അതുകൊണ്ടാണ് ഞാനൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തന്നെ പിള്ളേരെ ബർത്ത്ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. പിള്ളേരെല്ലാം ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ഇപ്പം ലെവിക്കുട്ടനും ഇടയ്ക്കിടയ്ക്ക് പോയി എന്തൊക്കെയോ തുറന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ലെവിക്കുട്ടനും ഇടയ്ക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളായാലും ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയേനെ. പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള നമ്മളെ അടുത്തറിയുന്ന ആളുകൾ മാത്രം, അതും നമ്മുടെ ആ വൈബിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നു എല്ലാവരും തന്നെ. ഇവൻ അക്കയുടെ റീച്ചാൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരും. എനിവേ അതൊരു നല്ല ഡേ ആയതുകൊണ്ട് തന്നെ ആ സെലിബ്രേഷൻ മൂഡ് പെട്ടെന്ന് അവസാനിച്ചതുപോലെ തോന്നുന്നു. ഞങ്ങൾ തിരിച്ച് ലണ്ടനിലെത്തി. ഞാനിപ്പോൾ അച്ചായ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നാളെ ഒരു ട്രിപ്പിൽ പോവാണ്. അത് ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ചൂടൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ചില ദിവസങ്ങളൊക്കെ പ്ലാൻ ചെയ്ത ആ ദിവസങ്ങളിൽ വെതർ കാണിക്കുന്ന മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെയായിരിക്കുമെന്ന്. ഹോപ്പ്ഫുള്ളി നല്ലതായിട്ട് ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലെവിക്കുട്ടൻ്റെ 9th മന്തിലെ 9th ഇൻ്റർനാഷണൽ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട്. പിന്നെ മെസ്സേജിൽ ഒരുപാട് പേര് ഇൻസ്റ്റാ റീൽസിലും യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട്, അടങ്ങി വീട്ടിലെങ്ങാണ് ഇരുന്നൂടെ, വേറെ പണിയൊന്നുമില്ലെന്ന്. ഞാനിത് ടോട്ടലി ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ മെസ്സേജ് വരും. ഇത് ചില ആൾക്കാർ ഇത് പോയിന്റ് ചെയ്ത് സംസാരിച്ച് അത് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്, റിപ്ലൈ കൊടുക്കുക. ഞാനിതിപ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പം ഞാൻ ഇങ്ങനെ കലിവലി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും കേട്ടോ. അയ്യോ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന്. വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാവരുടെ അടുത്തും ഇങ്ങനത്തെ കുറേ ആൾക്കാർ കുത്തിയിരുന്ന് ഒരു പണിയില്ലാതെ മെസ്സേജ് അയക്കും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാനിരിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതും ആയിക്കോട്ടെ, വീഡിയോ അല്ല ഇനിയിപ്പോൾ വേറെ എന്തും ആയിക്കോട്ടെ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇതൊക്കെ മെമ്മറീസാണ്. ഞാനിതെല്ലാം ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് എടുക്കുന്നത് തന്നെ നാളെ നമ്മൾ, അതായത് ഇച്ചുവിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഇച്ചുവിനെയും കൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി 5 days. റീച്ചാനും ഒക്കെ പെർമിഷൻ തന്നതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പം ആ ഒരു ട്രിപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചുവിന് കൊടുത്തിട്ടുള്ള ബെസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ 1 year ആയിട്ടേ ഉള്ളൂ, അതിനെയും കൊണ്ട് എന്തിനാ പോയി എന്ന് ചോദിച്ച് എന്നെ മാറ്റി നിർത്തിയില്ല. അപ്പോൾ ലെവിയെയും കൊണ്ടും ഞാൻ ട്രിപ്പിന് പോകാൻ നേരത്ത് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച്, അതായത് എന്നെ അറിയാത്ത ആളുകൾ കേട്ടോ, അറിയുന്ന ആൾക്കാരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും, അറിയില്ല, ചിലപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും. എനിക്ക് മെസ്സേജ് വരുന്നതാണ്, ഈ പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് ട്രാവൽ ചെയ്തിട്ട് എന്ത് ഓർമ്മ നിൽക്കാനാണ്. കുഞ്ഞിന് ഓർമ്മ വെച്ച് കുഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടാകണമെന്നില്ല ഇവരെയും കൊണ്ട് ട്രിപ്പ് പോകാൻ. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്, എന്താണ് സംഭവിക്കുന്നത് നെക്സ്റ്റ് സെക്കൻഡിൽ നമുക്ക് അറിയത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ടോട്ടലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലം നമ്മൾ പോയി കാണിച്ചു കൊടുക്കുന്നത്, വീഡിയോ എടുത്ത് നമ്മൾ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അവൻ വലുതാവുന്ന നേരത്ത് അവൻ ഇനിയും പോയി കാണണമെങ്കിൽ പോയി കണ്ടോട്ടെ, അതൊക്കെ അവൻ്റെ ആഗ്രഹം. ഇനി അവന് ഞങ്ങളെ കൊണ്ട് പോകണമെങ്കിലും പോയിക്കോട്ടെ, അതും അവൻ്റെ ഇഷ്ടം, ഞങ്ങളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പം അന്നത്തെ മ്യൂസിക് ഓൺ ആയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചായ്ക്ക് ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ് ഞങ്ങൾ കരുതിയത്. പിന്നെ ഫൈനലി ഒരു മീറ്റിംഗ് കൂടെ വന്നത് കാരണം 4:30 വരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് 2-3 കാര്യങ്ങൾ സമ്മർ ടൈപ്പ് ഡ്രസ്സ് എനിക്ക് ലെവിക്കും എനിക്കും അച്ചായ്ക്കും മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അച്ചായോട് പറഞ്ഞു എനിക്ക് ത്രെഡ് ചെയ്യാനും ഉണ്ട്. അച്ചു വന്നതിന് ശേഷം ഞാൻ ലെവിയെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ലെവിക്കുണ്ട് ഉണ്ടായതുകൊണ്ട്
ഉറങ്ങുന്ന ഉറക്കം കണ്ടു പാവം. ഇപ്പോൾ ലവിക്കുന്നുണ്ടായത് കാരണം ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ തന്നെ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫോണിലും അതുപോലെ വീഡിയോ കാണലും പിന്നെ TV കാണലും ഒക്കെ ഭയങ്കരമായിട്ട് കുറച്ചിരിക്കുകയാണ്. കാരണം ഈ സമയം പെട്ടെന്ന് അങ്ങ് പോകും. ഇവരുടെ വളർച്ച ഭയങ്കര പെട്ടെന്നാണ്. അപ്പോൾ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, അവൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. ഞാനും അച്ചായും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാ സാറ്റർഡേയും ബ്രഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ അതൊരു തീരുമാനം എടുത്തതാണ്. നമ്മൾ അല്ലാത്ത ദിവസങ്ങളൊക്കെ പുറത്ത് കഴിക്കുന്നത് അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരെ മീറ്റ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഞങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു ചേഞ്ചാണ്. എപ്പോഴും ഒരു വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ജോലി ചെയ്ത് അതുപോലെ തന്നെ അച്ചായും വർക്ക് കഴിഞ്ഞ് വന്ന് അങ്ങനത്തെ ഒരു ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റുള്ളവരെ കണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര അതൊരു ഫ്രഷ് ഫീലാണ്. അത് ഫുഡ് മാത്രം കഴിക്കുന്നതിനല്ല കേട്ടോ പുറത്ത് പോകുന്നത്. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ടോട്ടലായിട്ട് പറഞ്ഞത് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് മെസ്സേജ് അയക്കുന്നു. നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. പിന്നെ നമ്മളെ നന്നായിട്ട് അടുത്തറിയുന്ന ആൾക്കാരാണ് ഈ മെസ്സേജ് അയക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ അയച്ച് കുത്തിവിടുന്നത്. ഇവിടെ ഒന്നും കേൾക്കൂല കേട്ടോ. അത് അതേ വഴിയിൽ അമ്പ് തിരിഞ്ഞു പോകും. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്ഡേഷൻസ് എല്ലാം തന്നെ റീൽസിലൂടെയും സ്റ്റോറിയിലൂടെയും വ്ളോഗിലൂടെയും നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുള്ള സ്പൈസസ് കൗണ്ടിക്ക് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അക്കയുടെയൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ ലാസ്റ്റ് വരെ നിന്നു കേട്ടോ. ഇവൻ പിള്ളേരും എല്ലാവരും. ചിന്നു ചേച്ചിയൊക്കെ ലണ്ടനിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വരണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വരും. ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യും. അത് അക്കയുടെ പിള്ളേരുടെ കുട്ടി സെലിബ്രേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതായത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടുത്തെ വ്ളോഗിൽ കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.